ജൂൺ മാസത്തിൽ മൺസൂണിൻ്റെയും മഴയുടെയും സ്വന്തം നാട്ടിൽ കറണ്ട് കട്ട്, വരൾച്ച, നദികൾ വറ്റി വരണ്ട് കിടക്കുന്നു, അണക്കെട്ടുകളിൽ വെള്ളമില്ല, കറണ്ട് ഉൽപ്പാദനം പ്രതിസന്ധിയിൽ. ഒരു കാലഘട്ടത്തിലും മലയാളി ചിന്തിച്ചിട്ടില്ലാത്ത, ചിന്തിച്ചാൽ പോലും സ്വപ്നത്തിൽ പോലും ചിന്തിച്ചാൽ അങ്ങനെ ചിന്തിക്കുന്നവർക്ക് വട്ടാണെന്ന് പറയുന്ന ഒരു കാലമാണ് മുമ്പുണ്ടായിരുന്നത്. കഴിഞ്ഞ 30 വർഷത്തിലേറെയായി, 35 വർഷത്തിലധികമായി ജലവും പരിസ്ഥിതിയും കാലാവസ്ഥ മാറ്റവും ദുരന്ത പരിപാലന രംഗവുമായി ബന്ധപ്പെടുത്തി നിരവധി രൂപത്തിൽ ഭാവത്തിൽ സമൂഹത്തിൽ ഇടപെടാൻ ശ്രമിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. നിരവധി തവണ ലേഖനങ്ങളിലൂടെ, എഴുത്തുകളിലൂടെ, ചാനലുകളിലൂടെ, പത്രങ്ങളിലൂടെ, വിവിധ മാധ്യമങ്ങളിലൂടെ സമൂഹവുമായി സംവേദിച്ചിട്ടുണ്ട്. ഈ സംവേദിച്ചപ്പോഴൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, കേരളത്തിൽ കാലാവസ്ഥയുടെ വലിയ മാറ്റമുണ്ടാകുന്നു, ജലമേഖല വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. അങ്ങനെ പോകുന്നതിൻ്റെ ഫലമായി കേരളത്തിൽ കൃത്യമായ ജലക്ഷാമം ഉണ്ടാകും. പക്ഷേ വിധിയുടെ വൈപരീത്യം എന്ന് പറയുന്നത്, കാലത്തിൻ്റെ ഗതികേടെന്ന് പറയുന്നത്, മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലല്ല ജലക്ഷാമം. അതവിടെ നിന്ന് മാറി ഡിസംബർ, നവംബർ, ഒക്ടോബർ, സെപ്റ്റംബറിലേക്കും വെള്ളത്തിൻ്റെ ക്ഷാമം വന്നു. ഇപ്പോഴിതാ ജൂണിലേക്കും വെള്ളത്തിൻ്റെ ക്ഷാമം വരുന്നു. 70% മഴയും, മൊത്തം മഴയുടെ 3000 മില്ലിമീറ്റർ മുതൽ 5000 മില്ലിമീറ്റർ വരെ മഴ കിട്ടുന്ന, തീരപ്രദേശം മുതൽ മലനാട് വരെ എടുത്താൽ വലിയ തോതിൽ മഴ വ്യത്യാസമുള്ള, തെക്ക് മുതൽ വടക്ക് വരെ എടുത്താൽ വലിയ തോതിലുള്ള വളരെ വലിയ മഴയുടെ വ്യത്യാസമുള്ള, ഞാൻ സൂചിപ്പിച്ച പോലെ 3000 മില്ലിമീറ്റർ മുതൽ 5000 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന വലിയ മഴ പ്രദേശമായ കേരളത്തിൽ ജൂൺ മാസത്തിലാണ് കിട്ടേണ്ട മഴയുടെ 70% കിട്ടുന്നത്. അതിൽ 40% കുറവാണ് ഉണ്ടായിരിക്കുന്നത്. ഡാമുകളിൽ 30% വരെ വെള്ളമുള്ളൂ. കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ വെള്ളം ആവശ്യത്തിന് തികയാത്ത സാഹചര്യമുണ്ട്. കറണ്ട് പുറത്തുനിന്ന് വാങ്ങുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ. കൂടുതൽ വാങ്ങുന്നത്, ഇപ്പോഴും വാങ്ങുന്നു, ഇപ്പോഴും 10-80% പുറത്തുനിന്നാണ് വാങ്ങുന്നത്. കൂടുതൽ വാങ്ങുന്നതിനേക്കുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അറിഞ്ഞോ അറിയാതെയോ ഫുട്ബോളിൻ്റെയും ക്രിക്കറ്റിൻ്റെയും ദിവസങ്ങളാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ലോക ഫുട്ബോളും ക്രിക്കറ്റുമൊക്കെ നടക്കുന്ന ഈ വേൾഡ് കപ്പിൻ്റെയൊക്കെ ഈ കാലഘട്ടത്തിൽ കറണ്ടിൻ്റെ രാത്രിയിൽ അജ്ഞാതമായി പറഞ്ഞും പറയാതെയും അറിഞ്ഞും അറിയാതെയും അറിയിച്ചും അറിയിക്കാതെയും ഒക്കെ കറണ്ട് പോകുന്നുണ്ട്. 1-2 പ്രാവശ്യമൊക്കെ കറണ്ട് പോകുന്നുണ്ട്. വളരെ കൃത്യമായി ജൂൺ മാസത്തിൽ ടാങ്കർ ലോറിയിൽ കേരളത്തിൽ വെള്ളം കൊടുക്കേണ്ടി വരുന്നു എന്നതും നാം കാണാതിരുന്നുകൂടാ. ഇത് കേവലം ഏതെങ്കിലും ഒരു വകുപ്പോ ഏതെങ്കിലും ഒരു സംവിധാനമോ മാത്രം പ്രവർത്തിച്ചുകൊണ്ട് മാത്രം ഇതിനൊരു പരിഹാരമുണ്ടാകാൻ കേരളത്തിൽ പോകുന്നില്ല. വളരെ സമഗ്രമായിട്ടുള്ള, ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള, സംയോജിതമായിട്ടുള്ള, ഹോളിസ്റ്റിക് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഹ്രസ്വകാലത്തിൽ, മധ്യകാലത്തിൽ, ദീർഘകാലത്തിൽ എന്നുള്ള 3 രൂപത്തിലും രൂപപ്പെടുത്തുകയും അതിനുള്ളൊരു മിഷൻ കേരളത്തിൽ പ്രവർത്തിക്കുകയും ചെയ്തില്ല എങ്കിൽ അങ്ങ് പസഫിക് ഓഷനിൽ എൽ നിനോ മാറുന്നതിനനുസരിച്ച് മലയാളി വടക്കോട്ട് നോക്കി ഇരിക്കേണ്ടി വരും. എൽ നിനോ വലുതായാൽ നമുക്ക് മഴയില്ല. ഡൈപോൾ സിസ്റ്റം എന്ന് പറയുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ധ്രുവം, 2 ധ്രുവങ്ങൾ, 2 പോളുകളിലും ഡൈപോൾ, 2 പടിഞ്ഞാറ് കിഴക്കും പോളുകളിൽ, ധ്രുവങ്ങളിൽ ഉണ്ടാകുന്ന താപവ്യത്യാസത്തെയും നോക്കി, അതുപോലെ തന്നെ വേഴാമ്പലിനെ പോലെ, മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ, വൈശാഖിയിലെ നമ്മൾ കണ്ട വൈശാഖിയിൽ മഴ കാത്തിരിക്കുന്ന ഒരു ജനതയെപ്പോലെ ജൂൺ മാസത്തിൽ നമ്മൾ പസഫിക് ഓഷനെ നോക്കി നമ്മുടെ ഇടുക്കിയിലെ, മൂന്നാറിലെ മഴയെ കൈകാര്യം ചെയ്യേണ്ട രീതിയിലേക്ക് കാലം മാറുന്നു. ഞാൻ ഇടുക്കി ജില്ലയിലെ തൊടുപുഴ വച്ച് നടന്ന വളരെ പ്രമുഖമായ ഒരു കർഷക ജില്ലാ പഞ്ചായത്തിൻ്റെ സെമിനാറിൽ ഞാൻ മഴയെക്കുറിച്ചുള്ള വിഷയം, വെള്ളത്തെക്കുറിച്ചുള്ള വിഷയം അവതരിപ്പിച്ചപ്പോൾ മഴ മാറുന്ന കഥ പറഞ്ഞു. അപ്പോൾ എനിക്ക് ശേഷം സംസാരിച്ച ജില്ലാ പഞ്ചായത്തിൻ്റെ അന്നത്തെ പ്രസിഡൻറ്റ്, അദ്ദേഹം ഒരു കർഷകൻ കൂടിയാണ്, അദ്ദേഹം പ്രസംഗിച്ചത്, സാറ് തെമ്മാടിത്തരം പറയരുത്, സാറ് പോക്കൃത്തരം പറയരുത്, സാർ ഇങ്ങനെയൊന്നും സംസാരിക്കരുത്, മാരി എന്നാണ് മഴയെ അവർ ഇടുക്കിക്കാർ വിളിക്കുന്നത്, മാരി ഞങ്ങളെ ചതിക്കില്ല,
സാറിന് വട്ടാണോ എന്ന് ചോദിച്ചു. ഞാൻ ചിരിച്ചു കളഞ്ഞു. ഇപ്പോൾ ഇടുക്കിയിലും മാരി ചതിച്ചിരിക്കുകയാണ്. അതിനെ തുടർന്ന് വന്ന വർഷങ്ങളിൽ, ഇത് 2016 മുമ്പായിരുന്നു, 2016 വരൾച്ചയിൽ ഇടുക്കിയെയും മാരി ചതിച്ചു. അവരുടെ ഭാഷയിൽ, എൻ്റെ ഭാഷയിൽ ചതിച്ചു എന്നൊരു വാക്കില്ല, അങ്ങനെ പറഞ്ഞു. കേരളത്തിൽ അതീവ ഗുരുതരമായ കാലാവസ്ഥ വ്യതിയാനമാണ് 2016 മുതൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനെ എൽ നിനോ പ്രതിഭാസവുമായി മാത്രം നമ്മൾ ചുരുക്കി കാണരുത്. കുറച്ചുകൂടെ വൈഡർ ക്യാൻവാസിൽ, വൈഡർ സ്പെക്ട്രത്തിൽ ഈ വിഷയത്തെ നമുക്ക് കാണേണ്ടി വരും. ജൂൺ മാസത്തിൽ ഇതാണ് സ്ഥിതിയെങ്കിൽ ഇനി സംഭവിക്കുന്നതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇങ്ങനെ കിടക്കുന്ന അന്തരീക്ഷത്തിൽ ജലാംശം, ഈ മോയ്സ്ചർ കണ്ടൻ്റുള്ള അന്തരീക്ഷത്തിലേക്ക് വേറൊരു തരത്തിലുള്ള, ഇടയ്ക്ക് പെട്ടെന്ന് കുറഞ്ഞ സമയം കൊണ്ട് കുറച്ച് സ്ഥലത്ത് വലിയ മഴ വരുന്നത് കൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളും പാരിസ്ഥിതിക പ്രശ്നങ്ങളും വളരെ വലുതാണ്. മാലിന്യങ്ങൾക്കടക്കമുള്ള വസ്തുക്കളെ നമ്മൾ കൃത്യമായി സംസ്കരിക്കാത്തതുകൊണ്ട് അതുണ്ടാക്കുന്ന വെള്ളക്കെട്ടും വെള്ളപ്പൊക്കമൊക്കെ വളരെ വലുതാണ്. കാര്യം മാസീവ് തോതിലാണ് വെള്ളം വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന മഴ ജൂൺ മാസത്തിൽ മാറുന്നു. രാജ്യത്ത് 300 ജില്ലകളിലാണ് മഴയില്ലാത്തത്. 111 ജില്ല വരൾച്ചാബാധിത ജില്ലയായി പ്രഖ്യാപിച്ചു. 60% മഴയാണ് രാജ്യത്തില്ലാതായത്. ഇവിടെ കേരളത്തിലേക്ക് വന്നാൽ ജൂൺ മാസത്തിൽ മഴയുടെ സ്വന്തം നാട്ടിൽ, മൺസൂണിൻ്റെ കവാടമായിട്ടുള്ള കേരളത്തിൽ ജൂൺ മാസത്തിൽ കൃത്യമായി കറണ്ടില്ല എന്നും കറണ്ട് 24 മണിക്കൂറും സുലഭമായി കൊടുക്കാൻ സർക്കാരിന് അതിൻ്റെ പരിമിതി ഉണ്ടാകുന്നു എന്നുള്ളതും സർക്കാരിൻ്റെ കുറ്റമല്ല. ഒന്നുകിൽ വാങ്ങണം അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കണം. അതിങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിലല്ലേ പറ്റുകയുള്ളൂ. നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ലിമിറ്റിലേക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത വെള്ളമില്ലാത്തതും, നദികളിലും തോടുകളിലും വെള്ളം കുറയുന്നതും, ഡാമുകളിൽ വെള്ളം കുറയുന്നതും, ഈ മഴക്കാലത്ത്, ജൂൺ കാലത്ത്, ഈ മൺസൂൺ കാലത്ത്, തുലാവർഷത്തിൻ്റെ കാലത്ത് ടാങ്കർ ലോറിയിൽ വെള്ളം കൊടുക്കേണ്ടി വരുന്നത് വലിയ സൂചനയാണ്, വലിയ സൂചകമാണ്. ഇവിടെ 3-4 വകുപ്പുകൾ, 3-4 സ്ഥാപനങ്ങൾ വളരെ കൃത്യമായി മാസീവായി ജനങ്ങളെ ഇളക്കി വിട്ടില്ല എങ്കിൽ, ജനങ്ങളെ ആ രീതിയിൽ സംഘടിപ്പിക്കുകയും ഒരു ജലസാക്ഷര സമൂഹമായി നമ്മൾ മാറിയില്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് 30 വർഷമായി പറയുന്നു. ഇപ്പോഴിതാൽ പറയുന്ന എന്നെപ്പോലെയുള്ളവർക്ക് ഇത് കൺമുന്നിൽ കാണേണ്ടി വരുന്നു എന്നുള്ളത് കാലത്തിൻ്റെ ഒരു ഗതികേടാണ്. കാണേണ്ടി വരുന്നു. തീർച്ചയായിട്ടും വലിയ തോതിലാണ് കേരളത്തിൽ ജലക്ഷാമവും അധിക ജലവും കൂടി വന്നിട്ട് പ്രതിസന്ധികൾ ഇനിയും സൃഷ്ടിക്കാൻ പോകുന്നത്.